എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇപ്പോൾ CCTV ക്യാമറകളാണ് അല്ലേ? റോഡില്, കടകളില്, ഓഫീസുകളില് എല്ലായിടത്തും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു പ്രൊഫഷണൽ സർവൈലൻസ് സിസ്റ്റം, അതായത് ശരിക്കുള്ളൊരു CCTV സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്? വെറുതെ ഒരു ക്യാമറ വാങ്ങി വെക്കുന്നതിലും അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സർക്കാർ മാർഗരേഖയുടെ സഹായത്തോടെ നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓരോ ഘട്ടമായി സിമ്പിളായിട്ടൊന്ന് നോക്കാം. ദേ നോക്കൂ, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വലിയ പൊതുസ്ഥലങ്ങൾ. നമ്മൾ ദിവസവും കാണുന്ന ഈ സ്ഥലങ്ങൾക്കെല്ലാം പിന്നിൽ വളരെ സങ്കീർണമായ ഒരു നിരീക്ഷണ സംവിധാനമുണ്ട്. അപ്പോൾ ഈ സിസ്റ്റങ്ങളൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? നമുക്കൊരുമിച്ചൊരു സാങ്കല്പിക പ്രോജക്റ്റിലൂടെ ഒന്ന് യാത്ര ചെയ്തു നോക്കിയാലോ? ശരി, തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം പറയാം. എന്താണ് ഈ CCTV? ആ പേരിൽ തന്നെ ഉണ്ട് കാര്യം, ക്ലോസ്ഡ് സർക്യൂട്ട്. അതായത് ഇതൊരു അടഞ്ഞ ശൃംഖലയാണ്. നമ്മുടെ വീട്ടിലെ TV പോലെ എല്ലാവർക്കുമായി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒന്നല്ല ഇത്. മറിച്ച് ദൃശ്യങ്ങൾ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് മോണിറ്ററുകളിലേക്ക് മാത്രമാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഈ യാത്രയിലെ ഗൈഡ്. ഒരു സിസ്റ്റം ഡയഗ്രാം കണ്ടില്ലേ? ക്യാമറ, അതിൽ നിന്ന് വരുന്ന സിഗ്നൽ പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റ്, പിന്നെ മോണിറ്റർ, സ്റ്റോറേജ്. ഇതിലെ ഓരോ ഭാഗവും എന്താണെന്നും അവയെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം, പ്ലാനിംഗ്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഒരു നല്ല സിസ്റ്റം തുടങ്ങുന്നത് നല്ലൊരു പ്ലാനിൽ നിന്നാണ്, അല്ലാതെ കടയിൽ പോയി കുറേ ക്യാമറ വാങ്ങുന്നതിൽ നിന്നല്ല. ഈ ഹാൻഡ്ബുക്കിൽ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് നമുക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കണം. എന്തൊക്കെ സുരക്ഷാ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്, അതിനെ എങ്ങനെ മറികടക്കാം? ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തുന്നതാണ് ആദ്യത്തെ പടി. ഈ ആവശ്യകത വിലയിരുത്തൽ അല്ലെങ്കിൽ നീഡ്സ് അസസ്മെന്റ് എന്ന് കേട്ട് പേടിക്കേണ്ട. സംഭവം സിമ്പിളാണ്. 4 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചാൽ മതി. 1. എവിടെയൊക്കെയാണ് ക്യാമറ വേണ്ടത്? 2. ആ ക്യാമറയിൽ നിന്ന് എന്ത് വിവരമാണ് കിട്ടേണ്ടത്? ഉദാഹരണത്തിന്, രാത്രിയിൽ ഒരാളുടെ മുഖം വ്യക്തമായി കാണണോ? 3. ഇത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ കറന്റും നെറ്റ്വർക്കും അവിടെയുണ്ടോ? 4. പകർത്തിയ വീഡിയോ എത്ര കാലം സൂക്ഷിക്കണം? ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ അടിത്തറ. ഇനി പ്ലാനിങ്ങിന്റെ പ്രാക്ടിക്കൽ സൈഡ് നോക്കാം. പ്രൊഫഷണലുകൾ ആദ്യം തന്നെ ആ സ്ഥലം സന്ദർശിക്കും. കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റ്, ഗൂഗിൾ മാപ്പിൽ നിന്നുള്ള ഏരിയൽ ഫോട്ടോസ്, ഇതൊക്കെ വെച്ച് ഓരോ ക്യാമറയും എവിടെ വെക്കണം, അതിനെത്രത്തോളം കാഴ്ച കിട്ടും, എവിടെയൊക്കെയാണ് ബ്ലൈൻഡ് സ്പോട്ടുകൾ, അതായത് ക്യാമറയ്ക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ എന്നൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാനിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാർഡ്വെയറിലേക്ക് കടക്കാം. ഒരു CCTV സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ കണ്ണുകൾ എന്നു പറയാവുന്ന ക്യാമറകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ക്യാമറ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട 2 ഓപ്ഷനുകളാണ് ഫിക്സഡ് ക്യാമറയും PTZ ക്യാമറയും. ഒരു ഗേറ്റ് അല്ലെങ്കിൽ ഒരു വാതിൽ പോലെ ഒരു പ്രത്യേക സ്ഥലം മാത്രം നിരീക്ഷിച്ചാൽ മതിയെങ്കിൽ ഫിക്സഡ് ക്യാമറ ധാരാളം. പക്ഷേ ഒരു വലിയ ഗ്രൗണ്ടോ പാർക്കിംഗ് ഏരിയയോ നിരീക്ഷിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ തിരിച്ചും മറിച്ചും സൂം ചെയ്തു നോക്കാൻ പറ്റുന്ന PTZ, അതായത് പാൻ ടിൽറ്റ് സൂം ക്യാമറകൾ തന്നെ വേണ്ടിവരും. ഈ 2 ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇടതുവശത്തുള്ളത് നമ്മൾ സാധാരണ കാണുന്ന കളർ ദൃശ്യം, എന്നാൽ വലതുവശത്തുള്ളത് ഒരു തെർമൽ ക്യാമറയിൽ നിന്നുള്ളതാണ്. ഇത് കാണുന്നത് വെളിച്ചത്തെയല്ല, ചൂടിനെയാണ്. അതുകൊണ്ട് കനത്ത ഇരുട്ടത്തോ പുകയിലോ മൂടൽമഞ്ഞിലോ പോലും ആളുകളെ വ്യക്തമായി തിരിച്ചറിയാൻ ഇതിന് കഴിയും. ഇതൊരു ഗംഭീര ടെക്നോളജിയാണ്. ഇത് മാത്രമല്ല, ക്യാമറകൾക്ക് വേറെയും ഒരുപാട് കഴിവുകളുണ്ട്. രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറി കൂടുതൽ വ്യക്തമായ ദൃശ്യം തരുന്ന ഡേ നൈറ്റ് ഫീച്ചർ. പിന്നെ ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലും അനക്കമുണ്ടാകുമ്പോൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന മോഷൻ ഡിറ്റക്ഷൻ. ഇത് ഒരുപാട് സ്റ്റോറേജ് ലാഭിക്കാൻ സഹായിക്കും. അതുപോലെ ഒരാളെ ലൈറ്റുള്ള ഒരു ജനലിന് മുന്നിൽ നിൽക്കുമ്പോൾ മുഖം കറുത്തു പോകാതെ വ്യക്തമായി കാണാൻ സഹായിക്കുന്ന ബാക്ക് ലൈറ്റ് കോമ്പൻസേഷൻ എന്ന ഫീച്ചറും വളരെ ഉപകാരപ്രദമാണ്. ക്യാമറയുടെ ബോഡിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരു ക്യാമറയുടെ യഥാർത്ഥ ഹീറോ അതിന്റെ ലെൻസാണ്. കാരണം പ്രകാശത്തെ ശേഖരിച്ച് ഒരു ചിത്രമാക്കി മാറ്റുന്നത് ലെൻസാണ്. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം. നിങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാമറയുണ്ടായിട്ടും കാര്യമില്ല, അതിലെ ലെൻസ് മോശമാണെങ്കിൽ കിട്ടുന്ന ചിത്രവും മോശമായിരിക്കും. സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിലൊന്നാണ് ലെൻസ്. ലെൻസിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന വാക്കാണ് ഫോക്കൽ ലെങ്ത്. സിമ്പിളായി പറഞ്ഞാൽ, ഫോക്കൽ ലെങ്ത് കുറവാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു 8mm ലെൻസ് ആണെങ്കിൽ, നമുക്ക് വളരെ വിശാലമായ ഒരു കാഴ്ച, അതായത് ഒരു വൈഡ് ആംഗിൾ വ്യൂ കിട്ടും. ഇനി ഫോക്കൽ ലെങ്ത് കൂടുതലാണെങ്കിലോ കാഴ്ചയുടെ വീതി കുറഞ്ഞ് ദൂരെയുള്ള വസ്തുക്കൾ അടുത്തേക്ക് വന്നതുപോലെ തോന്നും. അതാണ് ടെലിഫോട്ടോ വ്യൂ. ഇനി അടുത്തത് അപ്പേർച്ചർ. സംഭവം സിമ്പിളാണ്. നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയില്ലേ, അതുപോലെ തന്നെ. വെളിച്ചം കുറവുള്ളിടത്ത് ചേരുമ്പോൾ നമ്മുടെ കൃഷ്ണമണി വലുതാകും. എന്തിനാ? കൂടുതൽ ലൈറ്റ് ഉള്ളിലേക്ക് കടത്തിവിടാൻ. അതേ പണിയാണ് ലെൻസിലെ അപ്പേർച്ചറും ചെയ്യുന്നത്. ഇതിനെ നമ്മൾ f സ്റ്റോപ്പ് എന്നൊരു നമ്പർ വെച്ചാണ് പറയുക. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്.
എഫ് സ്റ്റോപ്പ് നമ്പർ കുറയുമ്പോഴാണ് ലെൻസിലെ ആ ദ്വാരം വലുതാകുന്നത്. അതായത് f/1.4 എന്ന് പറഞ്ഞാൽ നല്ല വലിയ ഓപ്പണിംഗ് ആണ്, f/8 എന്ന് പറഞ്ഞാൽ ചെറിയ ഓപ്പണിങ്ങും. അപ്പോൾ രാത്രിയിലൊക്കെ നല്ല ക്ലിയറായിട്ട് കാണണമെങ്കിൽ നമുക്ക് വേണ്ടത് ചെറിയ എഫ് സ്റ്റോപ്പ് നമ്പറുള്ള ലെൻസാണ്. ഓക്കെ, ഈ ചിത്രം നോക്കിയാൽ കാര്യം പെട്ടെന്ന് പിടികിട്ടും. വൈഡ് ആംഗിൾ ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ ചിത്രത്തിന്റെ സൈഡിലുള്ള നേർരേഖകൾ ചെറുതായി പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത് പോലെ കാണാം. ഇതിനെയാണ് ടെക്നിക്കലായി ബാരൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇടതുവശത്തെ ചിത്രത്തിൽ ഇത് കാണാം. എന്നാൽ ക്വാളിറ്റിയുള്ള നല്ല ലെൻസുകൾ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചാണ് വരുന്നത്. വലതുവശത്തെ ചിത്രം കണ്ടില്ലേ? ആ വ്യത്യാസം വ്യക്തമാണ്. ശരി, അപ്പോൾ നമ്മൾ ക്യാമറയും ലെൻസുമെല്ലാം തിരഞ്ഞെടുത്തു. ഇനി അടുത്തപടി ഈ ഉപകരണങ്ങളെ പൊടിയിൽ നിന്നും മഴയിൽ നിന്നും മാത്രമല്ല, ചിലപ്പോൾ മനുഷ്യന്മാരിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാം, പിന്നെ എവിടെ സ്ഥാപിക്കാമെന്നൊക്കെ നോക്കാം. ക്യാമറകളെ സംരക്ഷിക്കാൻ പലതരം കവചങ്ങളുണ്ട്. വെറും പൊടിയും വെള്ളവും തടയാൻ സാധാരണ സീൽഡ് ഹൗസിംഗ് മതി. പക്ഷേ ആളുകൾക്ക് എളുപ്പത്തിൽ കേടുവരുത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കട്ടിയുള്ള സ്റ്റീൽ ബോഡിയുള്ള ഇമ്പാക്ട് റെസിസ്റ്റന്റ് ഹൗസിംഗ് വേണ്ടിവരും. ഇനി വളരെ ഉയർന്ന സുരക്ഷ വേണ്ട സ്ഥലങ്ങളിലാണെങ്കിൽ വെടിയുണ്ടകളെ വരെ പ്രതിരോധിക്കുന്ന ബുള്ളറ്റ് റെസിസ്റ്റന്റ് ഹൗസിംഗുകൾ പോലും ലഭ്യമാണ്. കവചം പോലെ തന്നെ പ്രധാനമാണ് അതെങ്ങനെ ഉറപ്പിക്കുന്നു എന്നതും. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പോൾ മൗണ്ട് ഉപയോഗിച്ച് ക്യാമറയെ കുറച്ചുകൂടി ഉയരത്തിൽ വെച്ചാൽ തടസ്സങ്ങളില്ലാത്ത നല്ലൊരു വ്യൂ കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നല്ല ഉറപ്പുള്ളതായിരിക്കണം. അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ക്യാമറ കിടന്ന് ആടുകയും വീഡിയോ ക്ലാരിറ്റി ഇല്ലാതെ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു, ക്യാമറയും ലെൻസും തിരഞ്ഞെടുത്തു, അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നും എവിടെ സ്ഥാപിക്കണമെന്നും തീരുമാനിച്ചു. ഇനി ഈ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് എങ്ങനെ ഒരു സമ്പൂർണ്ണ സിസ്റ്റമാക്കി മാറ്റാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം കണ്ട ആ റോഡ് മാപ്പിലേക്ക് തന്നെ തിരിച്ചുവരാം. ഇപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാകും, അല്ലേ? ക്യാമറകളാകുന്ന കണ്ണുകൾ ദൃശ്യങ്ങൾ പകർത്തുന്നു. ആ സിഗ്നലുകൾ സിസ്റ്റത്തിന്റെ തലച്ചോറായ DVRലേക്ക്, അതായത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറിലേക്ക് എത്തുന്നു. DVR ആണ് ആ ദൃശ്യങ്ങളെ മോണിറ്ററിൽ കാണിക്കുന്നതും റെക്കോർഡ് ചെയ്ത് സ്റ്റോറേജിൽ സൂക്ഷിക്കുന്നതും. അപ്പോ ഒരു ലളിതമായ പ്ലാനിൽ നിന്ന് തുടങ്ങി ഓരോ ഭാഗങ്ങളെയും ശ്രദ്ധയോടെ തെരഞ്ഞെടുത്ത് നമ്മളിപ്പോൾ ഒരു പൂർണ്ണ CCTV സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ഓർക്കുക, ഒരു നല്ല സിസ്റ്റം എന്ന് പറയുന്നത് കുറേ ഉപകരണങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് അവയെല്ലാം കൃത്യമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നൊരു സംവിധാനമാണ്. അപ്പോ നമ്മളൊരു CCTV സിസ്റ്റത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടു. ഇനി അടുത്ത തവണ നിങ്ങളൊരു ക്യാമറ കാണുമ്പോൾ അത് വെറുമൊരു ക്യാമറയായിരിക്കുമോ നിങ്ങൾക്ക്? അതോ അതിനെ പിന്നിലെ പ്ലാനിംഗ്, അതിന്റെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, അത് വെച്ചിരിക്കുന്ന ആംഗിൾ, അതിനെ സംരക്ഷിക്കുന്ന കവചം, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമോ? ഒരു CCTV ക്യാമറ കാണുമ്പോൾ ഇനി നിങ്ങൾ ശരിക്കും എന്തായിരിക്കും കാണുന്നത്?